മദ്രാസ് IIT എൻട്രൻസ് എക്സാമിന് ചെന്ന വിദ്യാർത്ഥിയോട് മാതാപിതാക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയോട് എൻ്റെ പൊന്നനിയ ഞാനിവിടെ എക്സാം എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞ് റാങ്കും വാങ്ങിപ്പോന്ന ഒരു 83 വയസ്സുകാരനുണ്ട് കൊച്ചി കടവന്ത്രയിൽ. പരിചയപ്പെടാം. IIT പരീക്ഷയ്ക്ക് അഡ്വക്കേറ്റ് സേതു കൂടെ കൂട്ടിയത് പഴയ ക്രയോജനിക് എഞ്ചിനീയർ കൂടിയായ അച്ഛനെ. പ്രവേശന പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അച്ഛന് റാങ്ക്. അങ്ങനെ ആ 83 വയസ്സുകാരൻ നന്ദകുമാർ മേനോന് മുൻപിൽ IIT മദ്രാസിന്റെ വാതിൽ തുറന്നു. ഇപ്പോൾ ഓൺലൈനിൽ BS ഡാറ്റാ സയൻസ് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി. ഇത്തവണ എന്നപ്പോൾ ചോദിച്ചു, സാർ എങ്ങനെ ഇതൊക്കെ കൂടി ഈ സമയത്ത് പഠിക്കാൻ തോന്നിയത്? അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് പഠിക്കാൻ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വാശി പോലെയായിരുന്നു പഠിക്കണമെന്ന്. ഒന്നാമത് പിള്ളേരുടെ ഒപ്പമാണല്ലോ നമ്മൾ കമ്പീറ്റ് ചെയ്യാൻ ചെല്ലുന്നത്. ഒരു രസം. പുലർച്ചെ 4-ന് എഴുന്നേറ്റിരുന്ന് പഠിക്കും. പ്രായത്തിന്റെ അവസ്ഥകളുണ്ട്. അപ്പോഴും എഴുതി പഠിക്കാനാണ് ഈ വിദ്യാർത്ഥിക്ക് ഇഷ്ടം. കോവിഡിന് മുൻപ് വമ്പനൊരു പരീക്ഷ ജയിച്ചാണ് വന്നത്. കുടലിലെ ക്യാൻസർ. കീമോതെറാപ്പി നടത്തി. തുടർന്ന് വന്ന കോവിഡ് കാലത്തും ആരോഗ്യം കെടാതെ കാത്തു. എല്ലാ കാലത്തും പഠിക്കാനും കൂടെയിരിക്കാനും ജീവിത പങ്കാളി നിർമ്മല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു മിനിറ്റ് പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേസ്റ്റാക്കി കളയരുത്. എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഗണിതത്തിൽ BSc-യും സ്റ്റാറ്റിസ്റ്റിക്സിൽ MSc-യും എഞ്ചിനീയറിംഗും ഫെലോഷിപ്പോടെ അമേരിക്കയിൽ നിന്ന് ക്രയോജനിക് എഞ്ചിനീയറിംഗ് ബിരുദവുമുള്ള ഇപ്പോഴും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് ലോകത്തോട് ചിലത് പറയാനുമുണ്ട്. ഇന്നത്തെ കാലത്ത് റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞ ഒരാൾ ഒരു 55 വയസ്സിലേക്ക് റിട്ടയർ ചെയ്യും. ആ പ്രായം നമ്മൾ അത്ര പ്രായമല്ല ശരിക്കും ഇന്നത്തെ ചുറ്റുപാടിൽ. അതുമാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയമാണത്. അവർക്ക് പിന്നീടും പഠിക്കാം, പിന്നീട് അതുപോലെ പുതിയ മേഖലകളിലേക്ക് കടക്കാനായിട്ട് ആ പ്രായത്തിൽ സാധിക്കും എന്നുള്ളത്, അതാണ് എനിക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മെസ്സേജായിട്ട് ഞാൻ കാണുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം ഗായത്രി സത്യദേവ്.